ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു 3-4 വയസ്സ് പ്രായമുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളൊരു ഫ്രോക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പം നമുക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, അതൊന്ന് കാണിച്ച് തരുമോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഏതായാലും അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും നമ്മളത് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഫ്രോക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കധികം തുണിയൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് കയ്യിലുള്ള തുണികൾ വെച്ച് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു തുണീനെ ഇതുപോലെ രണ്ടാക്കി മടക്കിയിടാം. അതിന് ശേഷം ഇതിന് വീണ്ടും നമുക്കൊന്നും കൂടെ ഒന്ന് മടക്കാം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ ഇപ്പോൾ ഇതിന് ഇറക്കെടുത്തിട്ടുള്ളത് നമുക്ക് എത്രയാണെന്ന് നോക്കാം. 8 ഇറക്കെടുത്തിട്ടുള്ളത്. നമ്മൾ തയ്യൽ തുമ്പും കൂടി ഇട്ടിട്ടാണ് കേട്ടോ 8 എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇങ്ങോട്ട് 14 കേട്ടോ നമ്മൾ വീതി എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിനെ ഒന്നും കൂടെ മടക്കണം. അപ്പോൾ ഒന്നും കൂടെ പറയാം. നമ്മൾ ഇറക്കെടുത്തിട്ടുള്ളത് 8ഉം എടുത്തിട്ടുള്ളത് 14ഉം ആണ് കേട്ടോ. എന്ത് ചെയ്യും, നമ്മൾ ഈ തുണീനെ വീണ്ടും ഒന്ന് മടക്കാം. അപ്പം നമ്മൾ മൊത്തം 4 മടക്കിയിട്ടാണ് ഈ തുണി ഇട്ടിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ കഴുത്തും കൈക്കുഴിയൊക്കെ ഒന്ന് വരയ്ക്കാം. അപ്പോൾ കഴുത്തിൻ്റെ വീതി നമ്മൾ എടുക്കേണ്ടത് 2.5 കേട്ടോ. അപ്പോൾ 2.5-ൽ നമുക്ക് അടയാളപ്പെടുത്താം. പിന്നെ നമ്മൾ ഇതിൽ നിന്ന് ഇറക്കെടുക്കുന്നത് നമുക്ക് ഇവിടെ ഇങ്ങനെ പിടിച്ചിട്ട് 3.5 അടയാളപ്പെടുത്താം. ഇനി നമുക്കിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കാം. ഇങ്ങോട്ടും അതുപോലെ തന്നെ ഇങ്ങോട്ടും 2.5 അല്ലേ നോക്കിയിട്ട് ഇതിങ്ങനെ വരയ്ക്കാം. അതിന് ശേഷം നമുക്കിവിടെ കഴുത്ത് അടയാളപ്പെടുത്താം. ഇനി വരച്ചതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ 1 ഇഞ്ച് ഒന്ന് കുത്തിട്ടതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു റൗണ്ട് ഷേപ്പ് വരച്ചു കൊടുക്കാം. നമ്മൾ റൗണ്ട് നെക്കാണ് ഇവിടെ വരയ്ക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റൗണ്ട് ഷേപ്പാണ് വരച്ചു കൊടുക്കേണ്ടത്. നമുക്ക് ഇഷ്ടപ്പെട്ട കഴുത്ത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വരച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് ഏത് കഴുത്തായാലും നമുക്ക് കുഴപ്പമില്ല. വീനൊക്കെ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഴുത്ത് ഏതാണോ അതനുസരിച്ച് നമുക്ക് വരച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഓരോ ഘട്ടമായിട്ട് നമ്മൾ ഓരോന്ന് ഇതുപോലെ അടയാളപ്പെടുത്തണം. അപ്പോൾ നമ്മൾ ഷോൾഡർ 2 അടയാളപ്പെടുത്താം കേട്ടോ. ഇവിടെ നിന്ന് 2 എടുത്തിട്ട് അടയാളപ്പെടുത്താം. അതുപോലെ തന്നെ കൈക്കുഴി ഇവിടെ നിന്ന് താഴേക്ക് 3 എടുക്കാം നമ്മൾ. 3ൻ്റെ അവിടെ ഒരു പോയിൻ്റ് ഇട്ടിട്ട് നമുക്കതിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ കൈക്കുഴി അടയാളപ്പെടുത്താം കേട്ടോ. നമ്മൾ ഇങ്ങോട്ടും ഇതുപോലെ തന്നെ അടയാളപ്പെടുത്താം. എന്നിട്ടൊരു റൗണ്ട് ഷേപ്പിൽ ഇത് വരച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊക്കെ വെട്ടി മാറ്റണം. കൈക്കുഴിയും അതുപോലെ തന്നെ കഴുത്തും വെട്ടി മാറ്റാം. പിന്നെ താഴേക്ക് വേണ്ടിയിട്ട് നമ്മൾ വേറൊരു തുണിയാണ് കേട്ടോ കൊടുക്കുന്നത് ഉടുപ്പിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന കഴുത്തും അതുപോലെ തന്നെ കൈക്കുഴിയും ഈ റൗണ്ട് ഷേപ്പ് നമ്മൾ എന്ത് ചെയ്യണം, വെട്ടി മാറ്റണം കേട്ടോ. അതിന് ശേഷമാണ് നമ്മളിനി അടിയിലേക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ തുണി എടുക്കുന്നുണ്ട്. നമ്മൾ അടിയിലേക്ക് വേണ്ടിയിട്ടൊരു വേറെ സൈസ് തുണിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവുകളും കാര്യങ്ങളും പറഞ്ഞുതരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഇത് ആദ്യം തന്നെ ഒന്ന് വെട്ടി മാറ്റണം. നമുക്ക് ഈ റൗണ്ട് ഷേപ്പിൽ തന്നെ വെട്ടി മാറ്റാം കേട്ടോ നമുക്ക്. അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് അടിക്കാൻ പറ്റുന്നൊരു ഉടുപ്പ് തന്നെയാണ് കേട്ടോ. ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഉടുപ്പെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് അടിക്കൽ കഴിയും. അതുപോലെ തന്നെ നമുക്ക് പല മോഡലും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നെക്കായാലും അതുപോലെ തന്നെ കൈയൊക്കെ നമുക്ക് പല ടൈപ്പ് വേണമെങ്കിൽ വെക്കാം. സ്ലീവൊക്കെ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ചെറിയ കുട്ടികളാകുമ്പോൾ നമുക്ക് അടിച്ച് പഠിക്കാനും നമുക്ക് ഭയങ്കര സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ കഴുത്തൊക്കെ വെട്ടിയിട്ടുണ്ട്. ഇതൊന്ന് നിവർത്തി കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ തുണീനെ 4 മടക്കിയാണ് ഇട്ടിരുന്നത്. നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു, ആദ്യമേ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കണ്ടോ, നമ്മുടെ ഫ്രണ്ടും ബാക്കും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ താഴെ അടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഉടുപ്പിൻ്റെ താഴെ ഞെറിയിട്ടടിക്കാൻ വേണ്ടിയിട്ടുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഇറക്കെന്ന് പറയുന്നത് നമ്മൾ എടുത്തിട്ടുള്ളത് 15 കൂടെ എക്സ്ട്രാ 1.5 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കാം. 15 ഇറക്കെടുത്തിട്ടുള്ളത് കേട്ടോ. ഇങ്ങോട്ട് താഴോട്ട് ഇറക്കെടുത്തിട്ടുള്ളത് 15 എക്സ്ട്രാ 1.5 ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ വീതി നമ്മൾ ഞെറിയിട്ടടിക്കുമ്പോൾ അത്യാവശ്യം
കുറച്ച് തുണി അധികം വേണം. നമുക്ക് ഞെറിട്ട് ചെറിയ ചെറിയ ഞെറികളായിട്ടിട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 35 ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ കഴുത്ത് ഇപ്പോൾ വെട്ടി മാറ്റിയിട്ടുണ്ടല്ലോ ഈ ഉടുപ്പിന് വേണ്ടിയിട്ട്, അതിൻ്റെ ആ ഒരു പീസ് ഇങ്ങനെ എടുത്ത് വെക്കാം കേട്ടോ. നമുക്ക് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മൾ വീണ്ടും അളവെടുത്ത് ഇതുപോലെ തന്നെ വെട്ടേണ്ടി വരും. അപ്പോൾ അതിന് ശേഷം ഒരു തുണീനെ 4 മടക്കി ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ആ ഷേപ്പിന് എന്നെ ഒന്ന് കട്ട് ചെയ്യുക. അതായത് നമ്മുടെ കഴുത്ത് മടക്കി അടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പീസ് കേട്ടോ. നമ്മളിപ്പോൾ ലൈനിങ് ഇടുന്നില്ല, ഇപ്പോൾ ഈ ഉടുപ്പിന് ലൈനിങ് ഇടുന്നില്ല. ലൈനിങ് ഇടുന്നുണ്ടെങ്കിലും ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് കഴുത്ത് മടക്കി അടിക്കാനായിട്ട് ഇതുപോലെ ഒരു ചെറിയ പീസ് തുണി നമുക്ക് വെട്ടിയെടുക്കണം. ഇനി നമുക്കിത് ഒരു റൗണ്ട് ഷേപ്പിൽ വെട്ടി മാറ്റാം കേട്ടോ. അതായത് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ വെട്ടി മാറ്റി നമ്മളായ ആഷ് തുണി നമ്മൾ കഴുത്ത് മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മൾ ടോപ്പിൻ്റെ നല്ല പുറത്ത് ഈ ആ ഒരു പീസ് ഉണ്ടല്ലോ ഇതിങ്ങനെ വെച്ച് കൊടുക്കാം. അതിന് ശേഷം ഈ അറ്റത്ത് കൂടെ കറക്റ്റായിട്ട് അടിച്ച് പോവാം കേട്ടോ. അപ്പോൾ ഈ കഴുത്തിൻ്റെ ആ റൗണ്ടൊക്കെ എത്തില്ലേ, അങ്ങനെ വളയ്ക്കേണ്ട ആ ഒരു ഇതൊക്കെ എത്തുമ്പോൾ നമ്മൾ ജസ്റ്റ് അതൊന്ന് പൊക്കിയിട്ട് എന്താ ചെയ്യുക, സൂചി ഇങ്ങനെ കുത്തി നിർത്തി പൊക്കിയതിന് ശേഷം ഒന്ന് വളച്ച് അടിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് കറക്റ്റ് ആ റൗണ്ട് ഷേപ്പിന് തന്നെ ഈ ഒരു പീസ് വെച്ച് അടിക്കണം. നമ്മൾ ഫ്രണ്ട് കഴുത്തിനും ബാക്ക് കഴുത്തിനും ഇതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. നല്ല പുറത്ത് തുണി വയ്ക്കുക, അതിനുശേഷം നമ്മൾ മടക്കി അടിക്കും കേട്ടോ. ഇത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് അടിക്കേണ്ടത്. ഇത് മടക്കി അടിക്കുമ്പോൾ കറക്റ്റ് ഫിനിഷിങ്ങിൽ കഴുത്തിരിക്കുകയും ചെയ്യും, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ബാക്ക് കഴുത്തും ഫ്രണ്ട് കഴുത്തും ഇതുപോലെ അടിക്കണം കേട്ടോ. ഞാൻ ഒരു പുറം അടിക്കുന്നതേ നിങ്ങൾക്ക് കാണിച്ചിരുന്നുള്ളൂ. ഇതിപ്പോൾ ഫ്രണ്ടാണ് അടിക്കുന്നത്. ബാക്കും ഇതുപോലെ തന്നെ ആ പീസ് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഈ റൗണ്ട് ഷേപ്പിൽ തന്നെ അടിക്കുക. നമ്മൾ സെയിം പ്രോസസ്സ് തന്നെയാണ് ചെയ്യുന്നത്, പഠിക്കുന്ന പോലെ തന്നെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെയാണ് കേട്ടോ നമ്മളിത് അടിക്കേണ്ടത്. അപ്പോൾ കറക്റ്റായിട്ട് തന്നെ അടിച്ചിങ്ങനെ പോവുക. അപ്പോൾ ആദ്യമായിട്ടൊക്കെ അടിക്കുന്നവരാണെന്ന് വെച്ചാൽ ജസ്റ്റ് ഇങ്ങനെ നല്ലപോലെ സൂക്ഷിച്ചടിക്കണം കേട്ടോ, കാരണം നമ്മൾ വളഞ്ഞു പോകാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പഴയ തുണിയിൽ വേണം ആദ്യം തന്നെ തയ്ച്ച് പഠിക്കാനായിട്ട്. എപ്പോഴും നമ്മൾ പുതിയ തുണിയിൽ ആദ്യം തന്നെ തയ്ക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ, കാരണം എവിടെയെങ്കിലുമൊക്കെ നമുക്ക് തെറ്റുകളൊക്കെ പറ്റും. അപ്പോൾ അതാണ് പഴയ തുണിയിൽ തയ്ച്ച് പഠിക്കണം നമ്മൾ ആദ്യം തന്നെ. ഇപ്പോൾ ഏത് സെൻറ്ററിൽ പോയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇങ്ങനെ പഴയ തുണികൾ കൊണ്ടുപോയിട്ട് നമ്മൾ തയ്ച്ച് പഠിക്കും. പിന്നെ അതിന് ശേഷമാണ് നമ്മൾ പുതിയയിലൊക്കെ തുന്നാനായിട്ട് നമുക്കൊരു കോൺഫിഡൻസ് വരുമ്പോൾ നമുക്ക് പുതിയയിൽ തുന്നാം. അപ്പോൾ പെർഫെക്റ്റായിട്ട് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പുതിയയിൽ പെട്ടെന്ന് തന്നെ നമുക്ക് തുന്നിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു സൈഡും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ കഴുത്ത് ഒരു റൗണ്ട് അടിക്കൽ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒന്ന് ഒരു സൈഡിലോട്ട് ഇങ്ങനെ മടക്കുക, അതിന് ശേഷമാണ് അടിക്കേണ്ടത്. അടിച്ച് നിർത്തിയത് ഇങ്ങനെ അങ്ങോട്ട് മലർത്തി ഇങ്ങനെ പിടിക്കുക കേട്ടോ. സൈഡിലോട്ട് വലിച്ച് പിടിച്ചിട്ട് ഈ നല്ല പുറത്ത് തന്നെ കേട്ടോ നമ്മൾ അടിക്കുന്നത്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട, നല്ല പുറത്ത് തന്നെ നമ്മൾ അടിച്ച് ആ സ്റ്റിച്ചുമ്പോൾ കൂടെ എന്ത് ചെയ്യുക, നമ്മളിതുപോലെ നല്ല സ്പീഡിൽ എന്ത് ചെയ്യുക, അങ്ങനെ അടിച്ച് ഇങ്ങനെ എടുക്കുക കേട്ടോ. അത് നല്ല ആ ഒരു നമ്മൾ അടിച്ചതിൻ്റെ മേലെ കൂടെ തന്നെ അടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പെർഫെക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ അറ്റം വരെ നമ്മൾ അടിച്ച് നിർത്താം കേട്ടോ. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വീണ്ടും നമ്മൾ ഈ പൊട്ടപ്പുറത്തോട്ട് മടക്കുക. നമ്മൾ ഈ വെച്ചടിച്ച തുണിയിൽ അത് പൊട്ടപ്പുറത്തേക്ക് മടക്കുക. അതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഈ നല്ല പുറത്ത് കഴുത്ത് എന്ത് ചെയ്യുക, റൗണ്ട് ഷേപ്പിൽ അങ്ങോട്ട് അടിച്ചെടുക്കുക. അപ്പോഴാണ് നമ്മുടെ കഴുത്ത് പെർഫെക്റ്റ് ആവുന്നത്. ഇപ്പം നമ്മൾ ചുരിദാറിൻ്റെ ആയാലും ഇതേ മെത്തേഡ് തന്നെയാണ്. നമ്മൾ ചുരിദാറിൻ്റെ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സ് ഇത് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഈ ഒരു എല്ലാ ടൈപ്പും നമ്മൾ തയ്ച്ച് വരുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ അടിക്കാൻ പറ്റും. ഇപ്പോൾ ഉടുപ്പായാലും അതുപോലെ തന്നെ ചുരിദാറായാലും എല്ലാം നമുക്ക് നല്ല രീതിയിൽ അടിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് ഉള്ളിലോട്ട് മടക്കിയിട്ട് വേണം നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ റൗണ്ടൊക്കെ എത്തുമ്പോൾ അതായത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് പൊക്കുക, അതിന് ശേഷം ഇങ്ങനെ ചരിച്ച് വീണ്ടും ഇതുപോലെ ആക്കി നല്ലപോലെ അടിച്ചെടുക്കാം കേട്ടോ നമുക്ക്. അങ്ങനെ നമ്മുടെ കഴുത്ത് അടിക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ടും ബാക്കും ഇതുപോലെ തന്നെ നമ്മൾ ചെയ്യുക. അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഷോൾഡർ അടിക്കുക. ഫ്രണ്ടും ബാക്കും ഇതുപോലെ ഒരുമിച്ച് ഇങ്ങനെ കൂട്ടി വയ്ക്കുക. ഉള്ളിൽ നല്ല പുറം വരുന്ന രീതിയിൽ രണ്ടും ഒരേ രീതിയിൽ വെച്ചിട്ട് പൊട്ടപ്പുറത്താണ് നമ്മളിപ്പോൾ അടിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഷോൾഡർ ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കാം. അപ്പോൾ നമ്മൾ രണ്ട് സൈഡ് ഷോൾഡറും ഇതുപോലെ തന്നെ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മുടെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് നമ്മുടെ കൈ അടിക്കലാണ് കേട്ടോ. അപ്പോൾ ചെറിയൊരു പഫ് മോഡൽ, നമ്മുടെ ഇപ്പോഴത്തെ മോഡൽ ഒരു കൈ അടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ഇഷ്ടമുള്ളൊരു തുണി എടുക്കുക. നമ്മുടെ കയ്യിലുള്ള തുണികൾ വെച്ച് തന്നെയാണ് നമ്മൾ അടിക്കുന്നത്. പക്ഷെ നല്ല ഭംഗിയുള്ള ഉടുപ്പായിരിക്കും കിട്ടുക. അത്യാവശ്യം കുറച്ച് കളർ കോമ്പിനേഷനൊക്കെ നമുക്ക് വേണം. നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത്യാവശ്യം മാച്ച് ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് ഡ്രസ്സുകളൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് ജസ്റ്റ് ഞെറികൾ ഇതുപോലെ ഒന്ന് ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കി വയ്ക്കുക. ഞെറികൾ ഇങ്ങനെ അടിക്കുക കേട്ടോ. കുറച്ച് ഒരു രീതിയിൽ തുണി എടുക്കുക, അധികം വീതിയധികം വേണ്ട നീളത്തിൽ തുണി എടുക്കാം കേട്ടോ. അതിന് ശേഷം എന്താ നമ്മളൊരു ഫ്രില്ലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ ഉള്ളിലോട്ട് മടക്കി വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ രണ്ട് കൈക്കും ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ നമ്മൾ.
അപ്പോൾ ഇതുപോലെ ഉള്ളിലോട്ട് നമ്മൾ ഏറ്റവും താഴെ വരെ ഇതുപോലെ ചെറിയ ചെറിയ ഞെറികൾ ഇട്ടിട്ട് വേണം നമ്മൾ അടിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ടൈപ്പ് തുണി എടുക്കുക. അപ്പോൾ അതായിരിക്കും കൂടുതൽ യൂസ്ഫുൾ. അല്ലെങ്കിൽ നമ്മൾ സെയിം തുണി എടുത്താലും കുഴപ്പമൊന്നുമില്ല, കുഞ്ഞു കുട്ടികൾക്കല്ലേ. അപ്പോൾ അതേ 2 കൈ നമുക്ക് ഇതുപോലെ ഫിനിഷ് ചെയ്ത് കൈ നമ്മൾ ഇങ്ങനെയായിരിക്കും വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുക കേട്ടോ. കണ്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ അതേ നമ്മൾ ഷോൾഡറൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ കൈ ഒന്ന് ഫിറ്റ് ചെയ്യണം കണ്ടോ. അപ്പോൾ നമ്മൾ കൈ അടിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെൻറ്റർ ഭാഗത്തു നിന്ന് വേണം തുടങ്ങാനായിട്ട്. കൈയിനെ 2ആക്കി മടക്കി ആ സെൻറ്റർ ഭാഗവും നമ്മുടെ ഷോൾഡറിൻ്റെ ഭാഗവും എന്താ ഇങ്ങനെ കൂട്ടി യോജിപ്പിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമ്മൾ തുന്നിയ ഭാഗം എന്താ ഇതുപോലെ ഇങ്ങോട്ട് സൈഡിലോട്ട് വെച്ചിട്ട് നമുക്ക് ഓരോ സൈഡായിട്ടോ നമ്മൾ കൈ അടിക്കല്ല. ഒരറ്റത്തു നിന്ന് തുടങ്ങി മറ്റേ അറ്റം വരെ അല്ല, നമ്മൾ സെൻറ്ററിൽ നിന്ന് തുടങ്ങി ഈ ഒരു ലാസ്റ്റ് വരെ നമ്മളിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ നമ്മുടെ കൈയും കൂടെ ഒന്ന് റെഡിയാക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഉടുപ്പിൻ്റെ ഏകദേശം ഒരു പകുതി നമ്മുടെ പണി കഴിയും. പിന്നെ നമ്മൾ അടിയിൽ ഞെറിയിട്ടിട്ടാണ് ഉടുപ്പടിക്കുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള കുറച്ച് പണികളും കൂടി ഉണ്ട്. എങ്കിലും നമുക്ക് കുഞ്ഞു കുട്ടികൾക്ക് വേണ്ടി വന്നാൽ 1 മണിക്കൂറൊന്നും വേണ്ട, നമുക്ക് ഇത് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അത്രയും സമയം പോലും വേണ്ട കേട്ടോ. ചെറിയ ഉടുപ്പ് കാരണം നമുക്ക് അത്ര സമയമൊന്നും വേണ്ട തയ്ക്കാനായിട്ട്. അങ്ങനെ നമ്മുടെ ഒരു കൈ നമ്മൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത കൈയും ഇതുപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം നമ്മൾ കൂട്ടിയടിക്കണം. അപ്പോൾ അത് ഇവിടെ നിന്ന് തുടങ്ങി നമ്മൾ ജസ്റ്റ് ഒരു ഷേപ്പ് പോലെ വരച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒരു ഷേപ്പ് പോലെ ഒന്ന് വരച്ചു കൊടുക്കാം കേട്ടോ. ചെറിയൊരു വരച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. പിന്നെ ഇതിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഏത് വീഡിയോൻ്റെ അടിയിലായാലും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചോദിക്കുക കേട്ടോ നിങ്ങൾക്ക്. അപ്പം ഞാൻ ഈ ഒരു ഫ്രോക്ക് തന്നെ നമ്മളോട് ചോദിച്ചിരുന്നു, ഒരു 4 വയസ്സുള്ള കുട്ടിക്ക് വേണ്ടിയിട്ടൊന്ന് തയ്ച്ച് കാണിച്ച് തരുമെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോയിൽ നമ്മളിത് ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ നമുക്ക് പലർക്കും ഡൗട്ടുകൾ ഉണ്ടാവും. സ്റ്റിച്ചിങ് പുറത്ത് പോയി പഠിക്കാത്തവർക്ക് പ്രത്യേകിച്ചും ഡൗട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അവിടെ പോയി പഠിക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെല്ലാം പറഞ്ഞു തരും ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പോൾ നമുക്ക് വീട്ടിലിരുന്ന് പഠിക്കുന്നവർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ അളവുകളും കറക്റ്റായിട്ട് അറിയണം എന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഇതിൽ എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ചോദിക്കാം. അപ്പോൾ പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ നമ്മൾ 2 സൈഡും ഇതുപോലെ തന്നെ കൂട്ടിയടിക്കണം. ഇനി അടിയിൽ നമ്മൾ ഫ്രില്ലിന് വേണ്ടിയിട്ട് ഇന്നലെ തുണി നമ്മൾ കാണിച്ചു തന്നിരുന്നു, എടുത്ത് വെച്ചിരുന്നു. ലെങ്ത്തും അതുപോലെ തന്നെ വീതി എത്രയാണ് എടുത്തത്, നീളം എത്രയാണ് എടുത്തതെന്നൊക്കെ കറക്റ്റായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത ആ ഒരു വ്ളോഗിൽ അല്ല, നമ്മുടെ ഇതിൽ തന്നെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി അതും കൂടെ നമുക്ക് ഇതിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്യാനായിട്ട് എടുക്കണം. അപ്പോൾ അത് കാരണം ഈ ഒരു ഭാഗം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ചിട്ട് നമുക്കിതും കൂടെ ഒന്ന് തയ്ച്ച് കഴിഞ്ഞിട്ട് നമ്മൾ അടിയിലായൊരു ഞെറിയിട്ടിട്ടാണ് നമ്മൾ ഉടുപ്പിന് വേണ്ടിയിട്ട് താഴെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്ന് വെച്ചാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ലൈക്കും ചെയ്യാം. അപ്പോൾ ഈ ഒരു സൈഡും കൂടെ നമ്മുടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞെറിയിടലാണ് അടിയിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ടോപ്പ് പോലത്തെ സംഭവം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ നെക്കും അതുപോലെ തന്നെ കൈയൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. അതിന് ശേഷം നമ്മൾ താഴെ ഇതുപോലെ തുണി വെച്ചിട്ട് അടിക്കുകയാണ്. അപ്പോൾ നല്ല പുറത്തിട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഈ അടിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് അടിയിലെ തുണിയൊന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കണം. മുകളിലെ തുണി ഇതുപോലെ ചെറിയ ഞെറിയിട്ടിട്ട് നമ്മൾ കൈ അടിച്ചല്ലോ, അതേ രീതിയിൽ ചെറിയ ചെറിയ ഞെറികളിടാം. അപ്പോൾ നമുക്ക് വലിയ ഞെറിയിട്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ അടിക്കാം. കുഞ്ഞു കുട്ടികൾക്ക് എനിക്ക് തോന്നുന്നു കൂടുതൽ ചെറിയ ഞെറികളിട്ടിട്ട് അടിക്കുന്നതായിരിക്കും നല്ല ഭംഗി. അപ്പോൾ ചെറിയ ഞെറികൾ ഇതുപോലെ ആക്കുക. അതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേപോലെ നമ്മൾ ഈ റൗണ്ട് മൊത്തം അടിച്ചെടുക്കണം കേട്ടോ. ഈ ഒരു മെത്തേഡ് വെച്ച് തന്നെ അടിച്ചെടുക്കണം. പിന്നെ ബാക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡും കൂടെ ഒന്ന് കൂട്ടാൻ, അത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു ഉടുപ്പ് ഫിനിഷായി കിട്ടാനായിട്ട്. അപ്പം ഞെറിയിട്ട് അടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ സൈഡ് വശം ഒരു വശം കൂട്ടാനുണ്ടാവും താഴേക്ക്. അപ്പോൾ അതും കൂടെ എന്ത് ചെയ്യുക, ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉടുപ്പ് റെഡിയായി കിട്ടും. ഒരു സൈഡ് മാത്രമേ നമുക്ക് അടിക്കാനുണ്ടാവുള്ളൂ. അപ്പോൾ ആ സൈഡും കൂടെ ഇതൊന്ന് ഇങ്ങനെ ജോയിൻ ചെയ്ത് അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉടുപ്പ് ഇവിടെ റെഡി ആയിട്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു ഉടുപ്പ് തന്നെയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഉടുപ്പിൻ്റെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ട് ഉടുപ്പായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള തുണികൾ വെച്ച് തന്നെ നമുക്ക് കുഞ്ഞു കുട്ടികൾക്ക് ഇതുപോലെ ഉടുപ്പൊക്കെ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉടുപ്പ് അടിച്ച് കഴിഞ്ഞപ്പോൾ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കാമായിരുന്നു എന്നിങ്ങനെ വിചാരിച്ചു, കാരണം എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ ഉടുപ്പ് കേട്ടോ.
അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം.